once again to Little Organized Life Coach with Love. അപ്പോൾ നമ്മുടെ അവതാര പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് ഒത്തിരിയേറെ കഥകളും അതിലേറെ തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ട്. എന്തായാലും 120 വർഷം ഭൂമിയിൽ മനുഷ്യരോടൊപ്പം ജീവിച്ച് സ്വന്തം ആൾക്കാരെയും മറ്റുള്ളവരെയും ഒക്കെ ഔന്നത്യത്തിലേക്ക് പിടിച്ചുയർത്താൻ പറ്റിയൊരു മനസ്സിൻ്റെ ഉടമയായിരുന്നു ഭഗവാൻ കൃഷ്ണൻ. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഈ 120 വയസ്സിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം മാത്രമേ ദുഃഖം അദ്ദേഹത്തിന് മുഖത്ത് കണ്ടിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ബാക്കി എല്ലാ സമയവും ഒരു ചെറിയ പുഞ്ചിരിയാണ് അദ്ദേഹം ലോകത്തിന് സമ്മാനിച്ചത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന, മറ്റുള്ളവരിലെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ പറ്റിയ, അവരെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് അവർക്ക് തോന്നിക്കത്തക്ക രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏക ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പുഞ്ചിരി തന്നെയാണ്, നമ്മുടെ ചിരി തന്നെയാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുമ്പോഴാണ് അതിന് സൗന്ദര്യം കൂടുന്നത്. അപ്പോൾ ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, സ്മൈൽ ഈസ് ദ ഓൺലി കർവ് വിച്ച് മേക്സ് എവറിത്തിങ് സ്ട്രെയിറ്റ്. എല്ലാം നേരെയാക്കുന്ന, ഒരു ശത്രുവിനെ പോലും മിത്രമാക്കുന്ന ഒരേ ഒരു വളവ് എന്ന് പറയുന്നത് നമ്മുടെ ചിരി എന്ന് പറയുന്ന ചെറിയൊരു വളവാണ് എന്ന് പറയുന്നു. അപ്പോൾ ആ പുഞ്ചിരിയുടെ മാഹാത്മ്യം അതാണ്. അത് ഹൃദയത്തിൽ നിന്ന് വരികയും വേണം. ഇപ്പോഴൊക്കെ മിക്കവരുടെയും മുഖത്ത് നഷ്ടപ്പെടുന്നതുമാണ് ഈ പുഞ്ചിരി എന്ന് പറയുന്നത്. അപ്പോൾ കൃഷ്ണൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ കൃഷ്ണൻ കാരാഗ്രഹത്തിലാണ് ജനിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ പറയും, നീ ഈ കുലത്തിൽ ജനിച്ചു, ഈ ജാതിയിൽ ജനിച്ചതുകൊണ്ട് നിൻ്റെ ഫോർ ഫാദേഴ്സൊക്കെ ഈ പണിയാണ് ചെയ്തിരുന്നത്, അതുകൊണ്ട് നിനക്ക് ഇത് മാത്രമേ ഉള്ളൂ. ഒരിക്കലും വിശ്വസിക്കരുത്. ഇൻസൈഡ് ദിസ് സ്കൾ എവറിത്തിങ് ഈസ് സെയിം. എല്ലാവർക്കും ഈ തലയോട്ടിക്കുള്ളിൽ ഈശ്വരൻ തന്നിരിക്കുന്നത് ഒരേ ബുദ്ധിയാണ്, ഒരേ ബ്രെയിൻ കപ്പാസിറ്റിയാണ്. അതിൽ ഗണ്യമായ ഒരു വ്യത്യാസം വരുന്നവർ മാത്രമേ വേറൊരു രീതിയിലേക്ക് മെൻ്റലി റിട്ടാർഡഡ് എന്നോ ഇഡിയറ്റ്സ് എന്നോ മൊറോൺസ് എന്നോ ഒക്കെ പറഞ്ഞ കാറ്റഗറികൾ. നമുക്ക് എല്ലാവർക്കും ആവറേജ് അല്ലെങ്കിൽ എബോവ് ആവറേജ് ആണ്. അപ്പോൾ ഈ ബ്രെയിൻ കപ്പാസിറ്റിയെ പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ നമ്മുടെ ജാതിയോ മതമോ കുലവോ നിറമോ ഒന്നും നമ്മൾ കണക്കാക്കേണ്ടതില്ല. അത് നമ്മുടെ സൊസൈറ്റി നമ്മുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വെച്ചിരിക്കുന്ന ഒരു വലിയ വജ്രായുധമാണ്. കാരണം അവരുടെ രീതിയിൽ നിൽക്കാൻ, അവരുടെ ചൊൽപ്പടിയിൽ നിൽക്കാനായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന മാർഗമാണ്, നിനക്ക് ഇത്ര കപ്പാസിറ്റി ഉള്ളൂ, കാരണം നിൻ്റെ അപ്പൂപ്പൻ അല്ലെങ്കിൽ അമ്മൂമ്മ ഇതാണ് ചെയ്തിരുന്നത്, അപ്പോൾ ഇത് മാത്രമേ അല്ലെങ്കിൽ നിനക്കൊരു ടെയിൽ നെയിം ഇല്ല, ആ ടെയിൽ നെയിം ഉള്ളവരൊക്കെയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതൊന്നും കേട്ട് നിങ്ങൾ വിശ്വസിക്കരുത്. ബിയോണ്ട് ദാറ്റ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ബ്രെയിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് അല്ലേ, നമ്മൾ പറയും വി ആർ എ പാർട്ട് ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയും. ഒരു പഞ്ചസാരയുടെ ഏറ്റവും ചെറിയ കണിക രുചിച്ചു നോക്കിയാലും അതിന് മധുരമാണ്. അപ്പം നമ്മളിൻ്റെ ഉള്ളിൽ വി ആർ ഓൾസോ ബോൺ പെർഫെക്റ്റ്. നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന, സൊസൈറ്റി പഠിപ്പിച്ചിരിക്കുന്നത് നമ്മൾ ഇംപെർഫെക്റ്റ് ആണെന്ന്. ദൈവമാണ് പെർഫെക്റ്റ് എന്നുള്ളത് തെറ്റാണ്. നമ്മൾ പെർഫെക്റ്റ് ആണ്, പക്ഷെ അത് അഹങ്കരിക്കാൻ പറയേണ്ടതല്ല. നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് വിചാരിച്ചൊരു കാര്യം നമ്മൾ ചെയ്തു നോക്കൂ, അത് നമ്മൾ വിചാരിക്കുന്നതിനും ഭംഗിയായിട്ട് വരും. അപ്പോൾ വിത്ത് ദ മെമ്മറി ഓർ വിത്ത് ദ റിമംബറൻസ് ഓഫ് ദ ഓൾമൈറ്റി പവർ, ആ പവറിനെ മനസ്സിൽ ധ്യാനിച്ച് നമ്മൾ ചെയ്യുന്നത് എന്തും പെർഫെക്ഷനിലേക്ക് എത്തും എന്നുള്ളതാണ് വാസ്തവം ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ റിലീജിയനോ കാസ്റ്റോ ക്രീഡോ റേസോ ഒന്നും നമ്മുടെ ബുദ്ധിക്ക് മേൽ ഒരു കടിഞ്ഞാണിടാൻ ആരെക്കൊണ്ട് സമ്മതിപ്പിക്കരുത്. അപ്പോൾ അങ്ങനെ പറയുന്നവരൊക്കെ പറഞ്ഞോട്ടെ, അത് അവരുടെ ലിമിറ്റേഷനാണ് അല്ലെ. ബുദ്ധൻ പറഞ്ഞിരിക്കുന്ന പോലെ വാട്ട് യു ആർ സീയിങ് ഇൻ അതേഴ്സ് ഇറ്റ് ഈസ് യു. നിങ്ങൾ ഒരാളിൽ എന്ത് കാണുന്നു അത് നിങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഒരാളെ കണ്ടുകൊണ്ട് നിങ്ങൾ പറയണം, അവൻ ഇത്തിരി മോശമാണെന്ന് തോന്നുന്നല്ലോ എന്ന് പറയുകയാണെങ്കിൽ മോശം മനസ്സിൻ്റെ ഉടമ ആരാണ്? നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ആരെയും അങ്ങനെ ജഡ്ജ് ചെയ്യാതിരിക്കുക, നിങ്ങളെ സ്വയം ജഡ്ജ് ചെയ്യാതിരിക്കുക. ഇത് രണ്ടും ശരിയല്ലാത്ത കാര്യമാണ്. ബിയോണ്ട് ദാറ്റ് യു ക്യാൻ ഡൂ മെനി തിങ്സ്. അപ്പോൾ ആ ജഡ്ജ്മെൻറ്റിൻ്റെ സമയം മനസ്സിന് കൊടുത്തില്ലെങ്കിൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ ഭഗവാന്റെ കാര്യം പറഞ്ഞിരുന്നത് കാരാഗ്രഹത്തിലാണ് ജനിച്ചത്, എന്നിട്ടും ഭഗവാൻ എത്രയോ മനസ്സിൻ്റെ തടവറയിൽ ആണ് ഇപ്പോഴും ഉള്ളത്.
വേണ്ടത്ര ആയോധന കല പരിശീലിച്ചിട്ടില്ല, എന്താ പറയുക, ഇഷ്ടപ്പെട്ട ആളിനെ കല്യാണം കഴിച്ചിട്ടില്ല, ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ നടക്കാതെ പോയ ആളായിട്ട് പോലും ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ജനിച്ച ഉടനെ തന്നെ ഭഗവാൻ മാതാപിതാക്കളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് എല്ലാ മാതാപിതാക്കളും ഒന്ന് ഓർത്തിരുന്നാൽ നല്ലത്, ഞാനടക്കം. കാരണം മാതാപിതാക്കൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന പൊസസീവ്നെസ് കുട്ടികളെ അവരുടെ ഡ്രീംസിൽ നിന്നും കുറച്ച് മാറ്റി കൊണ്ടുപോകും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എപ്പോഴും ഓർക്കുക. ഭഗവാൻ പറഞ്ഞു, ജനിച്ച ഉടനെ തന്നെ പറഞ്ഞു, മാതാപിതാക്കളോട് പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിച്ചുകൊള്ളൂ, പക്ഷേ എൻ്റെ പുറകെ വരരുത് എന്ന്. കാരണം ഒരു ഇൻഡിവിജ്വലിൻ്റെ ഫ്രീഡത്തിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, ഇൻഡിവിജ്വാലിറ്റിയെ റെസ്പെക്റ്റ് ചെയ്യണം, അവൻ്റെ അംബീഷനെ റെസ്പെക്റ്റ് ചെയ്യണം, അവൻ്റെ ഡിസയേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യണം, അവൻ്റെ പാഷനെ റെസ്പെക്റ്റ് ചെയ്യണം. ഇതെല്ലാം ആകണമെങ്കിൽ അവനെ സ്വതന്ത്രമായിട്ട് വിടണം. ആ ഫ്രീഡമാണ് അവനെ ഇതിനെല്ലാം പ്രാപ്തനാക്കുന്നത്. അപ്പോൾ അത് വലിയൊരു പാഠമാണ് ഭാഗവതം നമുക്ക് തരുന്നത്. എന്താണ്, മക്കളെ അനുസരണ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പുറകെ നടത്തൽ എന്നാണ്. പുറകെ നടത്താൻ അച്ഛനമ്മമാർ ശ്രമിക്കരുത്. ലെറ്റ് ദം ബി ഫ്രീ. അവരവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ കീഴടക്കട്ടെ. നിങ്ങൾ അവരെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും തിരിച്ചു വരും. താങ്ക് യു സോ മച്ച്.